ഈ റിപ്പോർട്ടർ ചാനൽ പൂട്ടിക്കോ? പൂട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കം നടത്തുന്നുണ്ട്. ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാബു എം ജേക്കബ് ആണെന്ന് പറയേണ്ടി വരും. അതായത് കിറ്റെക്സ് ഗ്രൂപ്പിൻ്റെ MD ആണ് സാബു ജേക്കബ് എന്ന് പറയുന്നത്. അതെ, 2020 നേതാവുമൊക്കെയാണ്. അദ്ദേഹമാണ് റിപ്പോർട്ടർ ചാനലിനെതിരെ ഗുരുതരമായിട്ടുള്ള പരാതിയുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ആ പരാതി ഇത് 1ാം ഘട്ടത്തിലല്ല 2ാം ഘട്ടത്തിലാണെന്ന് പറയേണ്ടി വരും. ആദ്യഘട്ടത്തിൽ ഈ റിപ്പോർട്ടർ TV എന്ന് പറയുന്ന റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിന് ബ്രോഡ്കാസ്റ്റിംഗ് ലൈസൻസ് ഇല്ലാതെയാണ് റിപ്പോർട്ടർ TV എന്ന പേരിലുള്ള സാറ്റലൈറ്റ് ചാനൽ നടത്തുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം. ഈ ആരോപണത്തിൽ അദ്ദേഹം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഒരു പരാതി നൽകി. ഈ പരാതി നൽകിയിട്ടും നടപടി സ്വീകരിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് റിട്ട് ഹർജിയുമായിട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരം ഒരു പരാതി വന്നു കഴിഞ്ഞാൽ കോടതി ആദ്യം അതിൻ്റെ മെറിറ്റ്സ് പരിശോധിക്കും. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും വസ്തുതകളുണ്ടോ, അടിസ്ഥാനപരമായിട്ട് ബേസിക്കായിട്ട് ഫണ്ടമെൻ്റലായിട്ട് എന്തെങ്കിലും ശരിയുണ്ടോ. പൂർണ്ണമായിട്ട് തെറ്റാണെങ്കിൽ കോടതി ആ ഫയൽ സ്വീകരിക്കില്ല. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിയ കോടതി ഈ ഹർജി ഫയലിൽ സ്വീകരിച്ചിട്ട് ഇതിനെ പറ്റിയുള്ള വിശദമായ റിപ്പോർട്ട് നൽകണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. ഹൈക്കോടതി ആ കാര്യങ്ങളുടെ വിശദീകരണം ചോദിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന് കത്ത് നൽകിയിരിക്കുന്നു, ഇല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. കേന്ദ്ര സർക്കാർ അതിൻ്റെ വിശദമായിട്ടുള്ള റിപ്പോർട്ട് ഹൈക്കോടതിയിൽ നൽകേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ആർക്കൊക്കെ എതിരെയാണ് ഹർജി എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം വരും. ആ ചോദ്യത്തിൻ്റെ മറുപടി എന്ന് പറയുന്നത് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി മാനേജിംഗ് ഡയറക്ടർ KJ ജോസ്, ഡയറക്ടർ മെൽബി ജോസ്, മാനേജിംഗ് എഡിറ്റർ ആൻഡോ അഗസ്റ്റിൻ, ചെയർമാൻ റോജി അഗസ്റ്റിൻ, വൈസ് ചെയർമാൻ ജോസ് കുട്ടി അഗസ്റ്റിൻ, ഇത്രയും പേരാണ് കമ്പനി ഫുൾ ഉണ്ട്. അതെ, റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ ആൾക്കാരായിട്ടുള്ളത്. പിന്നെ ഇന്തോ ഏഷ്യൻ ന്യൂസ് ചാനൽ പ്രൈവറ്റ് ലിമിറ്റഡ് അതിൻ്റെ ഡയറക്ടർമാരായ MV നികേഷ് കുമാർ, റാണി വർഗീസ് എന്നിവർക്കെതിരെയും കൂടി ഈ ഹർജിയുണ്ട്. അതായത് MV നികേഷ് കുമാർ എന്ന് പറയുന്ന പണ്ട് ഇന്ത്യ വിഷനിലുണ്ടായിരുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ജേർണലിസ്റ്റ്, മാധ്യമപ്രവർത്തകൻ. നമുക്കൊക്കെ ഈ TV ജേർണലിസത്തിൻ്റെ ആദ്യ പാഠങ്ങൾ കാണുന്നത് അവിടെ നിന്നാണല്ലോ. നികേഷ് കുമാറിന്റെ ചർച്ച സ്റ്റൈല്, ഇരിപ്പ്, വർത്താനം, ഇതൊക്കെയായിരുന്നു പല ആൾക്കാരെയും ഒരു കാലത്ത് ഇന്ത്യ വിഷന്റെ മുഖമായിരുന്നല്ലോ. അത് ഇന്ത്യ വിഷന്റെ മുഖമായിരുന്നു. ഈ പറയുന്ന മാധ്യമ പ്രവർത്തകൻ TV ജേർണലിസത്തിലേക്ക് പല ആകർഷിച്ച ഒരാളാണ് ഈ പറയുന്ന നികേഷ് കുമാർ എന്ന്. അപ്പോൾ ഈ നികേഷ് കുമാർ സ്വന്തമായിട്ട് തുടങ്ങിയ ചാനലാണ് ഇന്തോ ഏഷ്യൻ ന്യൂസ് ചാനൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കമ്പനിയുടെ ഡയറക്ടറാണ് ഈ പറയുന്ന MV നികേഷ് കുമാർ. അപ്പോൾ ഈ ചാനൽ എന്ന് പറയുന്ന കമ്പനി എന്ന് പറയുന്നത് പിന്നീട് ഇവർ ടേക്ക് ഓവർ ചെയ്തു. അതായത് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എന്ന് പറയുന്ന ഈ അഗസ്റ്റിൻ ബ്രദേഴ്സിൻ്റെ കയ്യിലുള്ള കമ്പനി, റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനമാണ് ഈ പറയുന്ന റിപ്പോർട്ടർ TVയെ വാങ്ങുന്നത്. പക്ഷേ ഇത് അഡോപ്റ്റ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ഇതിനെ അക്വയർ ചെയ്യുന്നതിൽ ഒരുപാട് നിയമപ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ രാജ്യത്തെ സാറ്റലൈറ്റ് ടെലിവിഷൻ ചാനലുകളുടെ അപ്ലിങ്കിങ് ഡൗൺ ലിങ്കിങ് ചട്ടങ്ങൾ അത് ലംഘിച്ചു എന്നാണ് പ്രധാനപ്പെട്ട ഹർജിയിലെ ആരോപണം. ചാനലിൻ്റെ ഉടമസ്ഥനെയും പ്രവർത്തനത്തെ അനധികൃതമായി പ്രവർത്തനവും ഇതിൻ്റെ സംപ്രേഷണമൊക്കെ ഉടമസ്ഥതയൊക്കെ അനധികൃതമായിട്ടാണ് നടത്തുന്നതെന്ന് ആരോപണം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ MV നികേഷ് കുമാറും റാണി വർഗീസും മറ്റൊരു കമ്പനിയുടെ ആൾക്കാരാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായി. അപ്പോൾ ഇന്തോ ഏഷ്യൻ ന്യൂസ് ചാനൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. ആ കമ്പനിക്ക് കേന്ദ്ര ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി നടത്തിപ്പിന് ലൈസൻസ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിയാണ് ലൈസൻസ് നൽകിയത്. എന്നാൽ റിപ്പോർട്ടർ TVയുടെ ട്രേഡ് മാർക്കിൻ്റെ ഉടമയും ഈ നികേഷ് കുമാർ തന്നെയാണ്. റിപ്പോർട്ടർ TVയുടെ 3 ചതുരവും ഒരു ചതുരത്തിനെ ചരിച്ചു വെച്ചിരിക്കുന്നത് അതാണല്ലോ നമ്മുടെ സിമ്പിളായിട്ട് കണ്ട പണ്ട് തൊട്ടല്ലോ. അപ്പോൾ അഗസ്റ്റിൻ ബ്രദേഴ്സ് ന്യൂസ് ചാനൽ ഇന്തോ ഏഷ്യൻ കമ്പനിയുടെ ഓഹരികളിൽ മാറ്റം വരുത്തി അത് ചാനൽ ഏറ്റെടുക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അത് ചട്ടലംഘനമാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ പറയുന്ന ഈ കമ്പനി ഏറ്റെടുക്കാൻ തുടങ്ങിയപ്പോൾ, ഇല്ലെങ്കിൽ അവരുടെ ഓഹരി ചട്ടങ്ങളിൽ അതിൻ്റെ ഘടനയിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഉടമസ്ഥാവകാശത്തിലേക്ക് വന്നപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അങ്ങനെ ഈ ചാനൽ ഏറ്റെടുക്കാൻ കഴിയില്ല എന്നും ഇത് രാജ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്നും അതിൽ ചില പ്രശ്നങ്ങളുണ്ടെന്നും ചൂണ്ടിക്കാട്ടി അനുമതി നിഷേധിച്ചു എന്നാണ് ഹർജിയിൽ പറയുന്നത്. അപ്പോൾ ഇതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് KG ജോസ് എന്ന് പറയുന്ന ആളിനെ MD ആയിട്ട് നിയമിച്ചു എന്ന് പറയുന്ന ഗുരുതരമായിട്ടുള്ള ആരോപണമുണ്ട്. അപ്പോൾ അത് അങ്ങനെയാണ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി രൂപീകരിച്ചതെന്നും 2022 ബ്രോഡ്കാസ്റ്റിംഗ് മാർഗനിർദ്ദേശങ്ങൾക്ക് ഉള്ള ലംഘനമാണ് നടന്നതെന്നും പറയുന്നുണ്ട്. ഇതൊരു സാറ്റലൈറ്റ് ചാനൽ എന്ന് പറയുന്നത് വലിയ സ്വാധീനം ചെലുത്താൻ കഴിവുള്ള ഒരു ഉപകരണമാണ്, ഒരു മാധ്യമമാണ്.
അതിനകത്ത് വലിയ നിയമപ്രശ്നങ്ങളുണ്ട്. കാരണം ഇത് ഓൺ എയർ വിട്ട് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് സാറ്റലൈറ്റ് വഴി ആൾക്കാരുടെ അടുത്തേക്ക് എത്തുകയാണ്. മാസിനെ കൺട്രോൾ ചെയ്യാൻ ഇല്ലെങ്കിൽ അവരിൽ സ്വാധീനം ചെലുത്താനായിട്ട് ഒരു ചാനലിന് അല്ലെങ്കിൽ റേഡിയോയ്ക്ക് കഴിയും. അതുകൊണ്ടാണ് കർശന നിയന്ത്രണങ്ങൾ ഇതിനകത്തുള്ളത്. നമ്മൾ ഈ സാധാരണക്കാരനായിട്ടുള്ള ഒരാൾക്ക് ഒരു സാറ്റലൈറ്റ് വഴി കമ്മ്യൂണിക്കേഷൻ നടത്തണമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. ഒരു റേഡിയോ ചാനൽ തുടങ്ങണമെന്ന് വെച്ചാൽ നടക്കില്ല. അഥവാ നമുക്കിപ്പോൾ സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഹാം റേഡിയോ എന്ന് പറയില്ല, മറ്റേ ഈ ദുരന്ത സമയത്തൊക്കെ ഉപയോഗിക്കുന്നത്, അത് ഉപയോഗിക്കുന്നെങ്കിൽ പോലും തന്നെ അതിനകത്ത് കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങളുണ്ട്. അത് പാലിക്കപ്പെടണം. ഇപ്പോൾ രാജ്യവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പാടില്ല, നിയമവിരുദ്ധമായിട്ടുള്ള കാര്യം പറയാൻ പാടില്ല, വൾഗറായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുഴുവൻ സമയം നിരീക്ഷിക്കുന്ന സംവിധാനം രാജ്യത്തുണ്ട്. അവർ നമ്മളുടെ ലൈസൻസ് കട്ട് ചെയ്യും. ഈ പറയുന്ന ഉപകരണങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്യും. ഉപകരണങ്ങൾ ലൈസൻസ് ഇല്ലാതെ കൈവശം വെച്ച് കഴിഞ്ഞാൽ ഗുരുതരമായിട്ടുള്ള ചട്ടലംഘനമാണത്. അപ്പോൾ ഒരു ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി സ്ഥാപിക്കണമെങ്കിൽ അതിന് അത്ര ഉപകരണങ്ങൾ വേണം, ഈ കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങൾ വേണം, ഇത് എയർ ചെയ്യാനുള്ള സംവിധാനങ്ങൾ വേണം. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ നിയമാവലിക്കകത്ത് നിന്ന്, കർശന നിയമത്തിനകത്ത് നിന്ന് പ്രവർത്തിക്കേണ്ട സംവിധാനങ്ങളാണ്. അപ്പോൾ അതിൽ കൃത്രിമം കാണിച്ചു എന്നാണ് സാബു ജേക്കബിൻ്റെ ഗുരുതരമായിട്ടുള്ള ആരോപണം എന്ന് പറയുന്നത്. അപ്പോൾ 2022 ബ്രോഡ്കാസ്റ്റിംഗ് മാർഗ്ഗനിർദ്ദേശങ്ങൾ ലംഘിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിലവിൽ അതിൻ്റെ MD ആയിരിക്കുന്നത്, MD ആൻഡ് മാനേജിങ് എഡിറ്റർ എന്ന് പറയുന്ന ആൻഡോ അഗസ്റ്റിനാണ്. അതിൻ്റെ റോജി അഗസ്റ്റിൻ എന്ന് പറയുന്ന ചെയർമാനാണ്. വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് ജോസ് കുട്ടി അഗസ്റ്റിനാണ്. അപ്പോൾ ഇത്രയും പേർക്ക് ഇവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഹർജി നൽകിയിരിക്കുന്നത്. ഇവരൊക്കെ ഈ ചുമതലകൾ ഈ കമ്പനിയിൽ വഹിക്കുന്നുണ്ട്. അപ്പോൾ ഇന്തോ ഏഷ്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ബാനറിലുള്ള അല്ലെങ്കിൽ അതിൻ്റെ കീഴിലുള്ള കമ്പനിയാണ് മറ്റൊരു കമ്പനി നിയന്ത്രിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു പ്രശ്നം കൂടി ഇവിടെ ഉണ്ട്. അതായത് ഞാനൊരു കമ്പനി രൂപീകരിച്ചാൽ ആ കമ്പനി ആ രീതിയിലാണ് പോകേണ്ടത്. അപ്പോൾ ആ കമ്പനി വേറൊരാൾക്ക് ഞാൻ വിൽക്കുകയാണെങ്കിൽ നിയമപരമായിട്ടുള്ള എല്ലാ ബാധ്യതകളും തീർത്ത് അതിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയും കൂടെ വേണം. അതായത് ഞാൻ കേന്ദ്ര സർക്കാരിൻ്റെ ലൈസൻസ് ഇല്ലെങ്കിൽ ഞാൻ ഒരു സ്ഥാപനം നടത്തുന്നു, ആ സ്ഥാപനത്തിൻ്റെ ലൈസൻസ് എൻ്റെ പേരിലാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പം എനിക്ക് പടക്ക നിർമ്മാണശാലയാണെന്ന് വെച്ചോളൂ, ഞാൻ എൻ്റെ ലൈസൻസ് ഉണ്ട്. അപ്പോൾ ഒരുത്തൻ വന്നിട്ട് ഞാൻ അവന് എൻ്റെ ലൈസൻസും കൊടുത്ത് എൻ്റെ കടയും എല്ലാം അവന് കൊടുക്കാനായിട്ട് കഴിയില്ല. കാരണം ഈ അതായത് വേറൊരു കമ്പനിയായിട്ട് നമ്മൾ കൊളാബ് ചെയ്യുമ്പോൾ ഉള്ള സ്വാഭാവികമായുള്ള ഇഷ്യൂസ് ആണ് ഇപ്പോൾ വന്നേക്കുന്നത്. ചട്ടങ്ങൾ നമ്മൾ പാലിക്കണം. അപ്പോൾ ഈ വന്നവൻ, ഞാൻ ഇപ്പോൾ പടക്ക നിർമ്മാണശാല നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഈ വന്നവൻ തീവ്രവാദിയാണെങ്കിൽ എന്ത് ചെയ്യും? അവൻ ഇത് കൊണ്ടുപോയി 1000 പേര് കൂടുന്നതിൻ്റെ നടുക്ക് വെച്ച് പൊട്ടിച്ച് കഴിഞ്ഞാൽ തീർന്നില്ലേ? അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അപ്പം ഞാനൊരു എൻ്റെ പേരിലുള്ള പോലീസ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് എൻ്റെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് ഞാൻ എങ്ങനെയുള്ള വ്യക്തിയാണെന്ന് ഉറപ്പുവരുത്തിയിട്ടല്ലേ എൻ്റെ പേരിലൊരു ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത്. അതേ മാനദണ്ഡങ്ങൾ തന്നെയാണ് നമ്മളിവിടെ നോക്കുമ്പോൾ രാജ്യസുരക്ഷയായിട്ട് ബന്ധപ്പെട്ട് ഒരു സാറ്റലൈറ്റ് ചാനൽ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ കാരണങ്ങളിലും അതിൻ്റെ നിയമങ്ങളിലും ഒക്കെ ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന സാറ്റലൈറ്റ് ചാനലിൻ്റെ ലോഗോ, അതിൻ്റെ സിമ്പല്, അതിൻ്റെ ട്രേഡ് മാർക്ക്, അതിൻ്റെ സംപ്രേഷണ അവകാശം, ഇതൊക്കെ രണ്ടാമതൊരാൾക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ട്രീ കമ്പനിക്ക് ഒരിക്കലും ലൈസൻസ് കിട്ടൂലായിരുന്നു. അതെ, അത് വേറൊരാളെ വെച്ച്, പ്രൊഫൈലുള്ള ഒരാളെ വെച്ച് എടുത്തു. കാരണം ഈ ഹർജിക്കകത്ത് പറയുന്നുണ്ട്, ആഭ്യന്തര രാജ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അനുമതി നിഷേധിച്ചത്. ആഭ്യന്തര മന്ത്രാലയം ഇവർക്ക് അനുമതി നിഷേധിച്ചതെന്ന് പറയുന്നുണ്ട്. അതായത് അഗസ്റ്റിൻ ബ്രദേഴ്സിന് അനുമതി നിഷേധിച്ചത്. അങ്ങനെയാണെങ്കിൽ അനധികൃതമായിട്ട് മറ്റൊരാളുടെ ലൈസൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് ചാനൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഈ പറയുന്ന കേരളത്തിലെ മാധ്യമ സംസ്കാരത്തെ മുഴുവൻ അടിപൊടി മാറ്റിയതിൽ ഈ പറയുന്ന അഗസ്റ്റിൻ ബ്രദേഴ്സിൻ്റെ കയ്യിലേക്ക് വന്നതിന് ശേഷമുള്ള റിപ്പോർട്ടർ ചാനലിന് വലിയ പങ്കുണ്ട്. ഈ ബഹളം, ഈ പറയുന്ന മത്സരം, കിടമത്സരം, ഏഷ്യാനെറ്റും റിപ്പോർട്ടറും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കേസ് കൊടുക്കുന്നു, കോടിക്കണക്കിന് രൂപയുടെ മാനനഷ്ട കേസ് അങ്ങോട്ടും ഇങ്ങോട്ടും. ആ മാനനഷ്ട കേസിൻ്റെ കേസ് പറഞ്ഞപ്പോൾ സാബു ജേക്കബ് ഇവിടെ പെരുമ്പാവൂർ കോടതിയിൽ ഈ പറയുന്ന റിപ്പോർട്ടർ ടിവിക്കെതിരെ ഒരു മാനനഷ്ട കേസ് ഫയൽ ചെയ്തു. ആ ഫയൽ ചെയ്ത കേസിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിറ്റെക്സ് ഗ്രൂപ്പിനകത്ത് ED പരിശോധന നടന്നു. ആ ED പരിശോധന നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് 2020 നിന്ന് സാബു ജേക്കബ് NDAയിൽ ചേർന്നത്, 2020 NDAയിൽ ലയിപ്പിക്കുന്നത് എന്ന് പറഞ്ഞൊരു വാർത്ത കൊടുത്തു. അപ്പോൾ ഇത് വ്യാജ വാർത്തയാണെന്ന് പറഞ്ഞ് നേരെ സാബു ജേക്കബ് പെരുമ്പാവൂരിലെ കോടതിയെ സമീപിച്ചു. അപ്പോൾ കോടതി പറഞ്ഞു, ഇനി കിറ്റെക്സുമായിട്ട് ബന്ധപ്പെട്ട് സാബു ജേക്കബുമായിട്ട് ബന്ധപ്പെട്ട് വാർത്തകളൊന്നും കൊടുക്കരുതെന്ന് കർശന നിർദ്ദേശം കൊടുക്കുകയും തുടർ നടപടികൾക്ക് വേണ്ടിയിട്ടുള്ള നോട്ടീസ് ഇഷ്യൂ ചെയ്യുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു നിയമ നടപടി കൂടി നിൽക്കുന്ന സമയത്താണ് സാബു ജേക്കബ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. റിപ്പോർട്ടർ ചാനലിനെതിരെ നടപടി സ്വീകരിക്കണം, അതിൽ ലൈസൻസ് ഇല്ലാന്ന് പറഞ്ഞിട്ട്. VD സതീശൻ അടക്കമുള്ളവരും ഈ കോൺഗ്രസ്സുകാരും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ ഈ ചാനൽ പൊട്ടിക്കുമെന്നൊക്കെ. അപ്പോൾ VD സതീശൻ പറഞ്ഞതെന്നറിയില്ല, മറ്റ് കോൺഗ്രസ് നേതാക്കൾ പലരും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പലർക്കും ഈ ചാനലുമായിട്ട് വലിയ പ്രശ്നങ്ങളുണ്ട്.
കാരണം പലർക്കും ഈ പറയുന്ന ചാനൽ പലർക്കെതിരെ വാർത്ത കൊടുക്കുന്നുണ്ട്, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഈ പല പല ആരോപണങ്ങളും നേരിടുന്ന നേതാക്കളടക്കം പറയുന്നത് ഈ ചാനൽ അനധികൃതമായിട്ടാണ് വാർത്ത കൊടുക്കുന്നത്. ഇവരുടെ കയ്യിൽ തെളിവില്ല, പേപ്പറില്ലാതെയാണ് കൊടുക്കുന്നത്, എവിഡൻസ് ഇല്ലാതെ കൊടുക്കുന്നത്. അങ്ങനെ ആരോപണം വന്നു കഴിയുമ്പോഴത്തേക്കും ഇത് മൊത്തത്തിലുള്ള ജേർണലിസത്തിൻ്റെ വിശ്വാസ്യതയെ ബാധിക്കും. അപ്പോൾ ഈ റിപ്പോർട്ടർ ചാനൽ വന്നതിന് ശേഷം, റിപ്പോർട്ടർ ചാനലിന് മുമ്പേ ഈ പറയുന്ന മാധ്യമ സംസ്കാരത്തിൻ്റെ സ്വഭാവം മാറ്റിയതിൽ വ്യക്തമായ പങ്ക് 24-നുണ്ട്. അതായത് ഒരു തീവ്ര വാർത്താ സംസ്കാരം കൊണ്ടുവന്ന ചാനലാണ് 24. അപ്പോൾ അടുത്ത ചാനൽ അതിനെ മറികടക്കണമെങ്കിൽ അതിലും തീവ്രമായിട്ട് വരേണ്ടി വരും. ഇനിയിപ്പോൾ ബിഗ് TV വരുന്നുണ്ട്, അതെത്രത്തോളം തീവ്രമാണെന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഈ പറയുന്ന റിപ്പോർട്ടർ കമ്പനിക്കെതിരെ വന്നിട്ടുണ്ട്, റിപ്പോർട്ടർ ചാനലിനെതിരെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ സാറ്റലൈറ്റ് ചാനൽ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നുന്നു ബിഗ് TV മാത്രമായിരിക്കും ലാസ്റ്റത്തെ ഒരു സാറ്റലൈറ്റ് ചാനലായിട്ട് വരാൻ സാധ്യത, അല്ലേ? അല്ല, അതിനുശേഷവും വരാൻ സാധ്യതയുണ്ട്. കാരണം ഈ കേരളത്തിൻ്റെ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് വിശാലമായ മാർക്കറ്റാണ്. ഇവിടുത്തെ ഈ മാധ്യമ സംസ്കാരം ഇല്ലെങ്കിൽ മാധ്യമ മേഖല ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കാണാൻ ആൾക്കാരുണ്ടാവും, പക്ഷേ ഇവരെ വിശ്വാസ്യത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. നമ്മൾ മംഗളം TVയുടെ കാര്യം അറിയാം. മംഗളം വന്നപ്പോഴത്തേക്കും എന്തായിരുന്നു, ഒരു അനാവശ്യമായിട്ടുള്ള വിവാദവും കൊണ്ടുവന്നു, അത് തകിടം പറഞ്ഞു, വലിയ കൊടിയ അപമാനം ആ ചാനലിന് നേരിടേണ്ടി വന്നു, മാധ്യമ മേഖലയാകെ തന്നെ അതിൻ്റെ പഴി കേൾക്കേണ്ടി വന്നു. ഇതാണോ മാധ്യമ സംസ്കാരം എന്ന് ചോദിക്കുന്ന നിലയിലേക്ക് വന്നു. ഏതായാലും അത് വലിയ പ്രശ്നങ്ങൾക്കെല്ലാം വഴിവെച്ചു. ഇവിടെ അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, ഈ അഗസ്റ്റിൻ ബ്രദേഴ്സിനെതിരെ ഗുരുതരമായിട്ടുള്ള 2 കേസുകളുണ്ട്, 2 വിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഒന്ന് 2016 മാംഗോ ഫോൺ തട്ടിപ്പ് കേസ്. ആ കേസിൽ ഇവർ പ്രതികളാണെന്ന് ഈ ഹർജിയിൽ സാബു ജേക്കബ് പറയുന്നുണ്ട്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് 2021 മുട്ടിൽ മരമുറി കേസ്. ഈ 2 അതുകൊണ്ടാണ് ഈ പറയുന്ന ചാനലിനെ പലരും ട്രീ കട്ടർ ചാനലിനും മരമുറി ചാനലിനും ഒക്കെ വിളിച്ച് പറയുന്നത്, അധിക്ഷേപിക്കുന്നത്, ഈ പറയുന്നത് ആക്ഷേപിക്കുന്നത്. അപ്പോൾ ഇത് നിരന്തരമായിട്ട് നടക്കുന്നുണ്ട്. ഈ ചാനലിനെതിരെ ഗുരുതരമായ പരാതികൾ, ഇല്ലെങ്കിൽ ഈ പറയുന്ന ജേർണലിസത്തിൻ്റെ വിശ്വാസ്യത തകർക്കുന്നു അടക്കമുള്ള ആരോപണങ്ങൾ വരെ വന്നിട്ടുമുണ്ട്. അത് മാത്രവുമല്ല, ഇപ്പോൾ സാബു ജേക്കബ് പറയുന്നത് ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ്. ഈ പറയുന്ന റിപ്പോർട്ടർ ചാനലിന് ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നത്. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എന്ന് പറയുന്ന ചാനല് ലൈസൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ പറയുന്ന ലോകത്തിൻ്റെ മുഴുവൻ പ്രശ്നങ്ങളും പറയുന്ന, ലോകത്തെല്ലാവരെയും മര്യാദ പഠിപ്പിക്കുന്ന, എല്ലാവരുടെയും കാര്യത്തിനകത്ത് ഇടപെടുന്ന ഒരു ചാനൽ സ്വാഭാവികമായിട്ടും ബേസിക് ആയിട്ടുള്ള ചട്ടങ്ങൾ പാലിച്ചിരിക്കണ്ടേ? അവർ ഇതിന് സ്വാഭാവികമായും ഇതിനെതിരെ നിയമ നടപടി ഉണ്ടാകും. അത് മാത്രവുമല്ല, റിപ്പോർട്ടർ മാനേജ്മെൻറ്റിന് വലിയ ഉത്തരവാദിത്വം ഈ ആക്ഷേപത്തിലുണ്ട്. അവർ കൃത്യമായിട്ട് ഈ പ്രശ്നം, ഇവർക്ക് നേരെ ഉയർന്നിരിക്കുന്ന ആരോപണത്തിൽ മറുപടി പറയണം. ഇവർക്ക് ലൈസൻസ് ഇല്ലേ, ഇല്ലെങ്കിൽ ഈ പറയുന്ന കമ്പനി ടേക്ക് ഓവർ ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ഇതിന് മറുപടി പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ വിശ്വാസ്യത കൂടുതൽ ഇടിയും, കൂടുതൽ തകരും. അപ്പോൾ അത് പരിഹരിക്കുക എന്നുള്ള അവരുടെ ഉത്തരവാദിത്തമാണ്, അത് ചെയ്യേണ്ടത് അവരുടെ ബാധ്യതയുമാണ്. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഈ പ്രശ്നം വരുമ്പോൾ ഈ പറയുന്ന ഹൈക്കോടതിയിലിരിക്കുന്ന ഈ റിട്ട്, ഈ പറയുന്ന പരാതി ഹർജി എന്ന് പറയുന്നതിനകത്ത് നാളെ ഹൈക്കോടതി പറയുകയാണ് ഈ കമ്പനിക്ക് ലൈസൻസ് ഇല്ല, ഇതിന് പ്രവർത്തനാനുമതി ഇല്ല, ഇത് എത്രയും വേഗം അടച്ചുപൂട്ടണമെന്ന് പറഞ്ഞ് സർക്കാർ നടപടിയെടുക്കുകയാണെങ്കിൽ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് അത് പോകും. അപ്പോൾ പറയുന്നത് എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് മേൽ കൈയെടുത്ത്. സ്വാതന്ത്ര്യം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആദ്യം ചട്ടം പാലിക്കണം, നിയമം പാലിക്കണം. നിയമം പാലിക്കാത്തിടത്തോളം കാലം ഒരു കാരണവശാലും എത്ര ധാർമ്മികത പറഞ്ഞാലും എത്ര ന്യായം പറഞ്ഞാലും ശരി, അത് നിലനിൽക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിയമം പാലിക്കുക എന്നുള്ളത്. ആ നിയമം ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഗുരുതരമായ ആരോപണം വന്നിരിക്കുന്നു. ഹൈക്കോടതിയിലാണ് വന്നിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനോട് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നു, എവിടെ റിപ്പോർട്ട്, ഇവരുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞിരിക്കുന്നു. നാളെ ഇത് ഉറപ്പായിട്ടും സമക്ഷത്തിൽ ചർച്ചയിലേക്ക് വരും. ഇടയ്ക്ക് നമുക്കറിയാം ഈ മീഡിയ മുക്കാൽ എന്ന് പറയുന്ന ചാനലിനെ കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിക്കുകയും ബാൻ ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഈ ഗുരുതരമായിട്ടുള്ള ചട്ടലംഘനം നടത്തിയതിൻ്റെ പേരിലാണ് ഈ ചാനലിനെ പൂട്ടിച്ചതെന്ന് കുറച്ച് നാളത്തേക്ക് മാറ്റി നിർത്തിയത്. അപ്പോൾ അങ്ങനെ ഈ പല ചാനലുകളും നടത്തുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ പുറത്തു കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ്. ഈ പറയുന്ന മാധ്യമ പ്രവർത്തനത്തിനകത്ത് ഒരു ശ്ലീലത ഉണ്ടായിരിക്കണം. ഈ അശ്ലീലം ഉണ്ടാവാൻ പാടില്ല. ഇതിനകത്ത് ഗുരുതരമായ അശ്ലീലമുണ്ട് ഈ ചാനലിനകത്ത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഈ ചാനലെന്നല്ല, ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട 1, 2, 3 എന്നൊക്കെ പറയുന്ന ഈ ചാനലുകളിൽ പലതും വളരെ അശ്ലീലമാണ്. മാധ്യമ പ്രവർത്തനം അശ്ലീലം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിൻ്റെ ഗുരുതര വിമർശനങ്ങൾ
നമ്മൾ മാത്രമല്ല കേട്ടോ, ഇത് പറയുന്ന ഒരുപാട് വലിയ എഴുത്തുകാരും ചിന്തകന്മാരും രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെയാണ് പറയുന്നത്. നമ്മളവരെ കോട്ട് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അത്തരത്തിലുള്ള ആൾക്കാരെല്ലാം ഉന്നയിക്കാറുണ്ട്. അപ്പോൾ ഇത് തെറ്റായ സമീപനം മാധ്യമ മേഖലയിൽ പുലർത്തുന്നുണ്ട്. ഇതല്ല മാധ്യമപ്രവർത്തനത്തിൻ്റെ രീതി, ശരി ഇതല്ല എന്നുള്ളത് പൊതുവേ തന്നെ പറയപ്പെടുന്നു. റിപ്പോർട്ടർ ചാനലിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ, കുറ്റപ്പെടുത്തലുകൾ ഒക്കെ തന്നെ വന്നിട്ടുണ്ട്. ഞാൻ മുമ്പ് അവിടെ ജോലി ചെയ്ത ആളാണ്. എനിക്ക് അവിടെ ആ ചാനലിൽ നിന്ന് അത്ര ദുരനുഭവങ്ങളോ അല്ലെങ്കിൽ ഭീകരമായ പ്രശ്നങ്ങളോ ഉണ്ടായില്ല. ഞാൻ അടുത്ത പ്രശ്നത്തിൽ പോകുന്ന ആളല്ലാത്തതുകൊണ്ട് അത്തരത്തിലുള്ള ഞാൻ ഡെസ്കിലുമായിരുന്നു. വലിയ പ്രശ്നങ്ങളിലേക്ക് ഇടപെടേണ്ടി വന്നിട്ടില്ല എന്നുള്ളതും ഡെസ്കിലെ ജോലികൾ ചെയ്ത് മെക്കാനിക്കലായിട്ട് ജോലി ചെയ്ത് വീട്ടിൽ പോകുക എന്നുള്ള ഒരു പദ്ധതിയിലായിരുന്നത് കൊണ്ടും അവിടെ വലിയ പ്രശ്നങ്ങളുണ്ടായില്ല. ഞാൻ അവിടുത്തെ ജോലി കുറച്ച് കാലം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേ 1 വർഷത്തോളം ജോലി ചെയ്തതിന് ശേഷം ഞാൻ മറ്റൊരു ചാനലിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ ഏതായാലും അപ്പോൾ എനിക്ക് പേഴ്സണലി വ്യക്തിപരമായിട്ട് മറ്റ് പ്രശ്നങ്ങളില്ല എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. ഏതായാലും ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ആരോപണം ഈ ചാനലിനെതിരെ വന്നിരിക്കുന്നു. ചാനലിൻ്റെ ഉടമസ്ഥാവകാശത്തെ പറ്റി വന്നിരിക്കുന്നു. അതിൻ്റെ ലൈസൻസിനെയും ഈ പറയുന്ന ട്രേഡ് മാർക്കിനെ അടക്കം പ്രതിക്കൂട്ടിലാക്കുന്ന, ഇല്ലെങ്കിൽ അതിനെ എല്ലാം ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നു. നികേഷ് കുമാർ ആണോ ഉടമ, അതോ അഗസ്റ്റിൻ ബ്രദേഴ്സ് ആണോ ഉടമ, എങ്കിൽ ഈ രേഖകൾ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ടോ, ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്തിട്ടുണ്ടോ, ലൈസൻസ് ഇവരുടെ പേരിലേക്ക് എടുത്തിട്ടുണ്ടോ, ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഏതായാലും ഇതിനെല്ലാം വരും ദിവസങ്ങളിൽ കൃത്യമായിട്ടുള്ള ഉത്തരം ഈ മാധ്യമ സ്ഥാപനം നൽകണം. അത് നൽകിയില്ലെങ്കിൽ കോടതിയിൽ നിന്നുള്ള നടപടിയിൽ കൂടി അത് വ്യക്തമാകുകയും ചെയ്യും. റിപ്പോർട്ടറിൻ്റെ ഭാവി എന്താകുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. ബൗദ്ധ പറഞ്ഞതുപോലെ ചാനൽ പൂട്ടിക്കുമോ സാബു ജേക്കബ് എന്ന് പറയുന്ന ഒരു ചോദ്യവുമുണ്ട്.